എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം സ്വദേശ് മെഗാ ക്വിസ് ലാസ്റ്റ് റൗണ്ട് റിവിഷൻ ചോദ്യങ്ങളാണ് നാം ഇന്നിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 140. അടുത്ത ചോദ്യം: മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം: ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേര്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത്? ഉത്തരം ടോൾസ്റ്റോയി ഫാം. അടുത്ത ചോദ്യം: കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം തൃശ്ശൂർ. അടുത്ത ചോദ്യം: ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം OM നമ്പ്യാർ. അടുത്ത ചോദ്യം: മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര്. മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര്. ഉത്തരം വട്ടെഴുത്ത്. അടുത്ത ചോദ്യം: കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള നദി ഏത്? കേരളത്തിലെ നദികളുടെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള നദി ഏത്? ഉത്തരം പെരിയാർ. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. പെരിയാറിലാണ് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള നദി. അടുത്ത ചോദ്യം: കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം: ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏത്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏത്? ഉത്തരം 1920. ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. അടുത്ത ചോദ്യം: നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ഉത്തരം ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1924. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്. ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്. ഉത്തരം ദണ്ഡി യാത്ര. അത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി വരെയാണ് അത് ആരംഭിച്ചത്. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. അടുത്ത ചോദ്യം: നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ
കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചിന്നാർ. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ഏതാണ്? കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ഏതാണ്? ഉത്തരം CMS പ്രസ്, കോട്ടയം. നമുക്കറിയാം, അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കോട്ടയത്താണ് കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? നജീവൻ ട്രസ്റ്റ്. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ്? ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം ബെൽഗാം സമ്മേളനം. 1924 നടന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത്? ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത്? ഉത്തരം ചെമ്മീൻ. ചെമ്മീൻ കയർ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ തകഴി ശിവശങ്കരപ്പിള്ളയാണ് ചെമ്മീൻ കയർ എഴുതിയത്. ഇനി നിങ്ങൾക്കായിട്ടൊരു ബോണസ് ചോദ്യമാണ്. ഈ ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ബോണസ് ചോദ്യം നോക്കാം. ബഹിരാകാശത്ത് പോയ ആദ്യ മലയാളി വംശജൻ ആരാണ്? ബഹിരാകാശത്ത് പോയ ആദ്യ മലയാളി വംശജൻ ആരാണ്? ഇതിന് ഉത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.